2 ദിവസം മുമ്പ് രാവിലെ കതക് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച 1.5 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ഒരു ചെടി അത് ദാണ്ടെ താഴെ വീണ് കിടക്കുന്നു. അതിൻ്റെ ഹാങ്കർ അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ എന്നാ ചെയ്യാനാ, റിപ്പോർട്ട് ചെയ്യാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ നല്ല മഴയായിരുന്നു. ഈ മഴയത്ത് മണ്ണിൽ ചെളിയിൽ പണിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത്തിരി വെയിൽ തെളിഞ്ഞ സമയത്ത് അതൊന്ന് റിപ്പോർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം, ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഉപകാരപ്പെട്ടാലോ. ആദ്യത്തെ ടാസ്ക് തന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് തൊട്ടാൽ ഒടിഞ്ഞു പോകും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ചെടിയാണ്. അതിൻ്റെ ഹാങ്ങറെല്ലാം വലിച്ചു മാറ്റി ഉരുക്കളഞ്ഞു. അതിനെ താഴേക്ക് വീണ സമയത്ത് തന്നെ എൻ്റെ വേരെല്ലാം മണ്ണിൽ നിന്ന് ഇളകി പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് പൊക്കാനായിട്ട് വലിയ പാടുണ്ടായില്ല. ഒരു തരത്തിൽ അതെല്ലാം മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ കെട്ടെല്ലാം വിടുവിച്ച് അന്ന് സെപ്പറേറ്റ് ചെയ്ത് വച്ചതിന് ശേഷം പിന്നെ പുതിയ ചട്ടി എടുത്ത് കണ്ടു. ഇതാണ് ചട്ടിയുടെ അവസ്ഥ. ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്യാം നമുക്ക്, കാരണം ഇതാകെ വൃത്തികേടാണ്. പുതിയ പോട്ടെടുത്ത് അതിൻ്റെ ഹോളെല്ലാം ഒന്നെങ്കിൽ ഓട് കഷ്ണമോ അല്ലെങ്കിൽ മെറ്റൽ കഷ്ണമോ എന്തെങ്കിലും വെച്ച് ഒന്ന് അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം മണ്ണില്ലാതെ ആ വെള്ളം മാത്രമായിട്ട് അങ്ങ് ഒഴുകിപ്പോയ്ക്കുള്ളൂ ആ ഹോൾ വഴി. പിന്നെ ഞാനിവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് പോട്ടിംഗ് മിക്സൊക്കെ. കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എമർജൻസി വരുന്ന അല്ലെങ്കിൽ അത്യാവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാകത്തിന് ഞാൻ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ 2:1:1 എന്ന റേഷ്യോയിൽ എടുത്തിരിക്കുന്നത്. ചട്ടിയുടെ പകുതിയോളം മണ്ണ്, ബാക്കി ഒരു ഭാഗം എല്ലുപൊടി, പിന്നെ ഒരു ഭാഗം ചാണകപ്പൊടി. ഇതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഞാനിവിടെ ഇട്ടിട്ടില്ല. എൻ്റെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ മാറ്റി വെച്ചിരുന്ന റിപ്പോർട്ട് ചെയ്യാനുള്ള ചെടി എടുത്ത് വെച്ചു. അതിത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം ആദ്യത്തെ പോട്ടിനൊരിത്തിരി വട്ടം കൂടുതലായിരുന്നു. ചെറുതിന് ഇപ്പം എടുത്ത് വെച്ചതിന് ഒരിത്തിരി അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും എങ്ങനെയൊക്കെയോ ഞാനത് ഒപ്പിച്ചു. അതെല്ലാം അവിടെ വെച്ചൊന്ന് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെയും മണ്ണിട്ട് അത് ഉറപ്പിക്കണം. കാരണം ഇതിൻ്റെ ഡിസ്കിഡിയയുടെ വേരിന് വളരെ നീളം കുറവാണ്. അപ്പോൾ അതൊന്ന് മണ്ണിലേക്ക് ഫിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി മെനക്കേടായിരുന്നു പണി. എങ്കിലും മുകളിൽ കൂടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെയെല്ലാം ഏകദേശം ഒന്ന് ഉറപ്പിച്ചു. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഹാങ് ചെയ്ത് വരുന്ന സമയത്ത് വെയിറ്റ് കൊണ്ട് ഇനിയും താഴത്തേക്ക് പോന്നേക്കാം. ഡിസ്കിഡിയ നമുക്ക് ക്ലൈംബ് ചെയ്തോ അല്ലെങ്കിൽ ഹാങ് ചെയ്തോ എങ്ങനെ വേണേലും വളർത്താവുന്നതാണ്. അതിനുശേഷം ഞാനൊരു തണലുള്ള സ്ഥലത്തേക്ക് അത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പഴയ സ്ഥലത്ത് കൊണ്ടേ ഹാങ് ചെയ്യത്തുള്ളൂ. കാരണം ഡിസ്കിഡിയയ്ക്ക് അതോടൊപ്പം തന്നെ ഈർപ്പം ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് ഒരു നേരമെങ്കിലും അതൊന്ന് നനച്ചു കൊടുക്കേണ്ടതാണ്. സ്ഥിരമായി ഷെയ്ഡിൽ സൂക്ഷിക്കുന്ന ഡിസ്കിഡിയയ്ക്ക് അതിൻ്റെ ഇലകൾക്ക് ഒരു ഗ്രീനിഷ് കളർ ഉണ്ടാവുകയില്ല. ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമാണ്. ഡിസ്കിഡിയയുടെ ഇലകളുടെ 2 സൈഡിലുമായി വേരുകൾ ഉണ്ടാവും. അപ്പോൾ ആ വേരുകളോട് ചേർന്ന് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെയുള്ള പോട്ടിംഗ് മിക്സിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തിക്കായിട്ട് തന്നെ നടാൻ നോക്കുക. അതായത് 8-10 തണ്ട് ഒരുമിച്ച് നട്ടെങ്കിൽ മാത്രമേ അതത്ര ബുഷിയായിട്ട് വളരുകയുള്ളൂ. ഇല്ലെങ്കിൽ അതൊന്ന് ബുഷിയായി കിട്ടാനായിട്ട് ഒരുപാട് മാസങ്ങളെടുക്കും. ഡിസ്കിഡിയയുടെ റീപോട്ടിങ്ങും പ്രൊപ്പഗേഷനും അതിൻ്റെ പരിചരണങ്ങളും ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ബി ഷൈൻ വിത്ത് സോജി എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.